കവിത എന്നുള്ള വിഷയത്തിൽ സംസാരിക്കാന്നുള്ള എളുപ്പമുള്ള കാര്യമല്ല. കവിത ഇന്നെന്ന് പറയുന്നത് ഇന്നത്തെ കവിതയല്ലല്ലോ, പരിധി, കാലപരിധി ഉണ്ടല്ലോ. രണ്ട് മെയിൻ പോയിന്റ്സ് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിപണി കൈയടക്കുന്നത് നോവലാണ്. നോവല് നല്ലപോലെ പോകുന്നുണ്ടെന്നുള്ളതാണ്. നോവലുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട്, നല്ല നോവലുകളാണ് പലതും. പുതിയ ആത്രേയകം വായിച്ചിരുന്നു. സിംഗ് എന്ന് പറയുന്ന നോവല്, പ്രേമനഗരം, അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കയ്യിലുള്ളത് വായിച്ചു തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വിട്ടുപോയത്. അങ്ങനെ ഒരു മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ സിനിമാ പാട്ടിൻ്റെ കാര്യം അങ്ങനെയാണല്ലോ പറയുന്നത്. സിനിമ ഒരു വ്യവസായമാണ്, അപ്പം അതിന് അതിൻ്റെതായ എലമെൻസുകൾ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയുന്നു. അതുപോലെ കവിതയും ചിലപ്പോൾ അങ്ങനെ കാണുന്നുണ്ടാവും. കവിതയിലും കൊണ്ടൊരു മാർക്കറ്റ്, കാരണം നമ്മൾ കവിത എഴുതുമ്പോൾ നമുക്ക് പ്രതിഫലം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോഗ്രാമുകളിൽ ആൾക്കാർ വിളിക്കാറുണ്ട്. വലിയ പ്രതിഫലമൊന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും, നോവലിസ്റ്റുകൾക്ക് ഒപ്പമില്ലെങ്കിൽ പോലും ഈ കവിത ചൊല്ലാനുള്ള വേദികളൊക്കെ കവികൾക്കാണ് കൂടുതൽ കിട്ടുക, നോവലിസ്റ്റുകൾക്കല്ല, കഥാകൃത്തുക്കൾക്കുമല്ല. അപ്പോൾ ഒരു കവിത എഴുതി കഴിഞ്ഞാൽ ആ കവിത പല സ്ഥലത്ത് ചൊല്ലുമ്പോൾ അതിന് കിട്ടുന്ന തുക ചിലപ്പം മൊത്തത്തിൽ എല്ലാവരും കൊണ്ട് 1 ലക്ഷം രൂപ വരും. അങ്ങനെ നോക്കുമ്പം അങ്ങനെ ഒരു വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടു അതിന് തലങ്ങളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ കാലഘട്ടത്തിലെ എൻ്റെ തെറ്റായ ധാരണയാണോ എന്ന് എനിക്കറിഞ്ഞു കൃത്യമായി പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറയുന്ന ചിലപ്പോൾ ഈ കാര്യങ്ങൾ അംഗീകരിക്കണമെന്നില്ല. എങ്കിലും ഒരു എഴുത്തിൻ്റെ തലത്തിൽ വച്ച് മാത്രം നോക്കിക്കഴിഞ്ഞാൽ, വായനയുടെ തലമല്ല, വായന എഴുത്തുകാരനെ സംബന്ധിച്ചുള്ള ഒരു വിഷയമല്ല. അപ്പം നിങ്ങൾ എൻ്റെ കവിത വായിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വായിച്ചു കാണുമായിരിക്കും. അത് അന്വേഷിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു കേസ് വിട്ട് അന്വേഷിക്കുന്നതിനും സങ്കീർണമായിരിക്കും. അപ്പം നിങ്ങൾ വായിച്ചു കാണും, വായിച്ചില്ല. അപ്പം ഓവർ വായനക്കാരൻ എപ്പോഴും അൺനോണാണ്. നമുക്കിപ്പം കവിതകൾ വായിച്ചൊന്നും ആരും അഭിപ്രായം പറയാറൊന്നുമില്ല. മുമ്പൊക്കെ പറയുമായിരുന്നു, പഴയ തലമുറയിൽപ്പെട്ട ചിലരൊക്കെ വിളിച്ച് പറയും നല്ല കവിതയാണ്. ബാലജോളിക്കാട് വിളക്കും വിളിക്കും, പി രാമേന്ദ്രൻ വിളിക്കും, അൻവർ അലി വിളിക്കും, റബീഖ് അഹമ്മദ് വിളിക്കും. ഇവരൊക്കെ ഞങ്ങളുടെ ആ പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാരാണ്. അല്ലാതെ പുതിയ തലമുറയിൽപ്പെട്ട ആരും ഒരു കവിത വന്നാൽ നല്ലതാണെന്ന് പറഞ്ഞ് എനിക്ക് അനുഭവമില്ല. കണ്ടാലക്കാരൻ പറയുമായിരിക്കും, അവരത് വായിക്കുന്നില്ലെന്നായിരിക്കും അതിൻ്റെ അർത്ഥം. പക്ഷെ എഴുത്തിൻ്റെ ഒരു തലത്തിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ രൂപം കവിതയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് ഒരുപാട് പേര് എഴുതുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം എഴുതുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു കവിത ഒരു ജ്ഞാനരൂപമാണ്, ഒരു പ്രയോഗരൂപമാണ്. അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒരു ജ്ഞാനവും ഉണ്ട്, ജ്ഞാനത്തിൻ്റെ പ്രയോഗവും ഉണ്ട്. അതിലൂടെ അതിലേക്കൊരു കവി ആ ഒരു സാഹിത്യ ജാനറിലേക്ക് ഒരു കവി കടന്നു വരിക, ഒരാൾ കടന്നു വരുന്നു. കവിതയായിട്ട് യാതൊരു പരിചയമില്ലാത്ത ഒരാൾ കടന്നു വരുന്നു, അത്ര വലിയ പരിചയമില്ലാത്ത ഒരാൾ കടന്നു വരുന്നു. അല്ലെ കവിയാണോ എന്ന് ചെറുപ്പത്തിൽ ആഗ്രഹിക്കാത്ത ഒരാൾ. കാരണം നമ്മുടെ സമൂഹത്തിൽ ആരും കവിയാണോന്നല്ല ആഗ്രഹിക്കുന്നത്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഡോക്ടറാണ്, എഞ്ചിനീയറാണോ എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. കവിയാണോന്നും ആരും ആഗ്രഹിക്കില്ല. കവി ആകുക എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ചോയ്സ് എന്നതിൽ പെട്ടുപോകുന്നതാണ്, അല്ലെങ്കിൽ വന്നു പോകുന്നതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പേര് എഴുത്തിലൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് ട്രൈബൽ സമൂഹങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്, ദളിത് സമൂഹങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്, സ്ത്രീ സമൂഹങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്, ട്രാൻസ്ജെൻഡർ സമൂഹങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ പല പ്രദേശങ്ങളിൽ നിന്നും പല പോക്കറ്റുകളിൽ നിന്നും ആൾക്കാർ കവിതയുടെ എഴുത്തിലേക്ക് വന്നത് വലിയൊരു മാറ്റമാണ്. അത്രയും വലിയ മാറ്റം ഉണ്ടാക്കാൻ മറ്റ് സാഹിത്യ രൂപങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. എൻ്റെ അഭിപ്രായമാണ്. രണ്ടാമത്തെ അഭിപ്രായം, കവിത ഒരു ഉത്തരാധുനിക കവിത ഒരു ലിറ്റിൽ നറേറ്റീവ് എന്ന നിലയിലാണ് മലയാളത്തിൽ വന്ന് സ്ഥാപിച്ചത്. ലിറ്റിൽ നറേറ്റീവ്, ഗ്രാൻഡ് നറേറ്റീവ് എന്നുള്ള ആശയം കൊണ്ടുവന്നിട്ടുള്ളത് ലിയോത്താർഡാണ്. ആ പുസ്തകത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. അപ്പം പക്ഷെ അദ്ദേഹം ആ പുസ്തകത്തിൽ നിരസിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തെ പുള്ളി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഇപ്പോഴും ലിറ്റിൽ നറേറ്റീവ് എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഉത്തരാധുനികതയെ സംബന്ധിച്ച് 2 അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ലിയോത്താർഡിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ആധുനികത മാറി ഉത്തരാധുനികത വന്നു എന്നാണ്. അതേസമയം ഹാബർമാസിന്റെ അഭിപ്രായം ആധുനികത തന്നെ ഇപ്പോഴും തുടരുന്നതാണ്. ആധുനികതയുടെ പ്രോജക്റ്റ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നും
ആധുനികത തന്നെയാണ് ഇപ്പോഴും തുടരുന്നുള്ള ഒരു അഭിപ്രായമാണ് ഹാബർമാസിന്റെ അഭിപ്രായം. ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ അത് ലിറ്റിൽ നറേറ്റീവ് എന്നുള്ള നിലയിലാണ് മലയാളത്തിലെ പുതിയ കവിതകൾ വന്നത്. ചെറിയ കവിതകളാണല്ലോ പൊതുവെ എവിടെയും നമ്മൾ കാണുന്നത്. എല്ലാവരുടെയും കവിത ടോണിയമ്മൊക്കെ പറഞ്ഞത് 20 വരി അത് മതി എന്ന് പറഞ്ഞ പോലെ കുറച്ച് വരി കണ്ട് അവസാനിക്കുന്ന കവിതകളാണ് കൂടുതൽ. പക്ഷേ ഈ ലിറ്റിൽ നറേറ്റീവുകൾ ആ കൂടി സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു കവിതാഖ്യാനമാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആ കവിതകളുടെ മൊത്തം എണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു പെരുപ്പ് അതിനകത്ത്. സാഹിത്യചരിത്രം ചെറിയ സാഹിത്യചരിത്രം എഴുതിയിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇതെല്ലാം വായിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് പെൺകവിതകളാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അപരകവി റംഭൂദേവിയുണ്ട്, ചിത്രാകുസുമനുണ്ട്, 2 പുസ്തകം എഴുതിയിട്ടുള്ളത്. പിന്നെ അത് എഴുതിയില്ല. നിഷാനാരായണനുണ്ട്, അങ്ങനെ വൈകാ ക്രിസ്റ്റിയുണ്ട്, അങ്ങനെ ഷബിത എടയൂർ വരെയുള്ള പുതിയ അങ്ങനെ ഒരുപാട് സ്ത്രീ കവികൾ, സീന ജോസഫ്, വേറെ ഒരുപാട് മികച്ച കവികൾ വന്നു പോയവരൊക്കെ ഉണ്ട്. ചിലരൊക്കെ 1-2 കവിത എഴുതി പിന്തിരിഞ്ഞവരുമുണ്ട്. അതുപോലെ എടുത്തു പറയാവുന്നത് സാഹിറ എം എന്ന് പറയുന്നത്, സാഹിറ കുറ്റിപ്പുറം ഗവേഷണ വിദ്യാർത്ഥിയാണ്. വളരെ വളരെ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഞാൻ എന്നെ കണ്ടതെന്നുള്ള കവിത എനിക്ക് വളരെ ഇഷ്ടമുള്ള കവിതയാണ്. ചുരിദാറൊക്കെ നിൽക്കുന്ന തന്നെ കാണുന്ന ആ ഒരു ഒരു കാഴ്ചയുടെ ഒരു രീതി, ഒരു മിറർ സ്റ്റേജ് എന്ന് പറയാവുന്ന ഒരു സംഗതി അതിനകത്തുണ്ട്. പുതിയ നോളജിന്റെ, അവർക്ക് കിട്ടുന്ന പുതിയ അറിവിന്റെ പ്രയോഗം കൂടി കവിതയിൽ വരുന്നുണ്ട്. സ്ത്രീ സംബന്ധമായിട്ടുള്ള കാര്യങ്ങള്, ജെൻഡറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, പൊളിറ്റിക്സ്, അതുപോലെ ഇപ്പോഴത്തെ പലതരം വിഷയങ്ങളുണ്ടല്ലോ. ഇപ്പം വിഷയങ്ങൾ കൂടി ഏത് വിഷയവും ഏത് വിഷയമാക്കി നമുക്ക് പഠിക്കാവുന്ന രീതിയിലേക്ക് കാലം മാറിയിട്ടുണ്ട്. ഡെത്ത് സ്റ്റഡീസ്, മരണത്തെ കുറിച്ച് പഠിക്കുക, അങ്ങനെ ഒരു വിഷയം വരാം. നെക്രോപൊളിറ്റിക്സ് പോലുള്ള സംഗതികളൊക്കെ വരുമ്പോൾ എംബബയുടെയൊക്കെ ആ തിയറി ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ അങ്ങനെ നമുക്ക് കൊണ്ടുവരാം. ഏത് വിഷയവും പഠനത്തിന് വിഷയമാക്കാം. ഈ പ്രദേശത്തെ മരങ്ങളെ കുറിച്ച് വേണമെങ്കിൽ പഠിക്കാവുന്നതാണ്. ഇവിടുത്തെ ആളുകളെ കുറിച്ച് പഠിക്കാം, ഇവിടുത്തെ രോഗത്തെ കുറിച്ച് പഠിക്കാം. അപ്പൊ ആ രീതിയിൽ കവിതയിലേക്ക് പുതിയ പുതിയ വിഷയങ്ങൾ കടന്നു വരുന്നു എന്നുള്ളത് കൊണ്ടും ഒരുപാട് പേര് എഴുത്തിലേക്ക് വന്നു. വൈവിധ്യം നിറഞ്ഞൊരു ലോകം കവിതയിൽ സൃഷ്ടിച്ചു എന്നതുകൊണ്ടും അതിനെ ഞാൻ കാണുന്നത് പ്രകൃതാഖ്യാനമായി. ഈ 2 പോയിന്റുകളാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കവിതയെ സംബന്ധിച്ച് അത് ചിലർക്ക് ഇഷ്ടമല്ലേ, കമ്പാർട്ട്മെന്റായിട്ട് കവിത നിൽക്കുന്നു. സ്ത്രീ കവിത, ദളിത് കവിത, ആദിവാസി കവിത, ഇങ്ങനെയൊക്കെ നിൽക്കുള്ളൂ കാലത്ത്. പച്ച മലയാള കവിത എന്ന് പറഞ്ഞ പണ്ട് കവിത ഉണ്ടായിരുന്നു, ന്യൂ ക്ലാസിക് കവിത ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ കളരി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായി, അല്ലെങ്കിൽ കണ്ണാശ കവികൾ. അപ്പൊ അവിടെ എല്ലാം ഈ ഒരു എന്താ പറയുക കമ്പാർട്ട്മെന്റലൈസേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും തുടരുന്നു എന്നുള്ള പറയുന്നത്. പക്ഷെ പൊതുവിൽ കവിതയ്ക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അബ്സ്ട്രാക്റ്റുമാണ്, കോൺക്രീറ്റുമാണ്. അപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആളില്ലെന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരാളില്ല, ഒരു സങ്കല്പമാണ്. പക്ഷെ സങ്കല്പം നമുക്ക് ആവശ്യമാണ് അല്ലേ? നമ്മൾ മനുഷ്യന്റെ ചരിത്രം എന്നൊക്കെ പറയുമല്ലോ. അപ്പം മനുഷ്യനെ നമ്മൾ ഒറ്റതായിട്ടാണ് കാണുന്നത്. അതുപോലെ മനുഷ്യർ പലതരത്തിലുണ്ട്. ഇന്ത്യക്കാരുണ്ട്, ആഫ്രിക്കക്കാരുണ്ട്, കർഷകരുണ്ട്, വെളുത്തവരുണ്ട്. ഇപ്പൊ മനുഷ്യരുടെ ചരിത്രം, ഈ രണ്ടിനും സാങ്കത്യമുണ്ട്. നമ്മൾ പ്രയോഗിക്കുന്ന ഏതൊരു സവിശേഷമായ സംഗതിയും യൂണിവേഴ്സലായി അബ്സ്ട്രാക്റ്റ് ആയിട്ട് മാറും. അപ്പൊ നമ്മള് മലയാളത്തിൽ ചെന്തങ്ങിന്റെ തേങ്ങാൻ എഴുതി, അതിന്റെ ഇംഗ്ലീഷ് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു ഇംഗ്ലീഷുകാരൻ വായിക്കുമ്പോൾ അയാൾ മനസ്സിലാക്കുന്നത് തേങ്ങയാണെന്ന് മനസ്സിലാക്കും. അവിടെയാണ് അത് അബ്സ്ട്രാക്റ്റ് ആയത്. നമ്മൾ വളരെ കോൺക്രീറ്റ് ആയിട്ട് സവിശേഷമായിട്ട് ചെന്തങ്ങിന്റെ തേങ്ങാൻ എഴുതിയതിനെ ഒരു യൂറോപ്പുകാരൻ വായിക്കുമ്പോൾ അയാൾ ചെന്തങ് എന്താണെന്ന് അറിഞ്ഞൂടല്ലോ, തേങ്ങ അറിയാൻ പറ്റും. വായന എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഒരു ഏറ്റവും പുതിയൊരു പുസ്തകം വളരെ ഫ്രഷാണ്. നമുക്കൊന്നും അറിയത്തില്ലാത്ത കാര്യങ്ങളാണ് അതിനകത്ത് എഴുതിയെന്ന് പറയാൻ പറ്റില്ല. നമുക്കറിയാവുന്ന 20% കാര്യങ്ങൾ അതിനകത്തുണ്ട്, എന്നാലും വായിക്കാൻ പറ്റുള്ളൂ. ഒരു പുസ്തകം വായിക്കണമെങ്കിൽ ആ വായിക്കുന്ന ആളിന് ഒരു നോളജ് ഉണ്ട്. അപ്പൊ ആത്രേയം എന്നുള്ള നോവൽ വായിക്കണമെങ്കിൽ ന്യായമായിട്ട് മഹാഭാരതത്തെ കുറിച്ച് ഒരു ധാരണ നമുക്ക് വേണം, അതേ വായിക്കാൻ പറ്റില്ല. ശിഖണ്ഡി ആരാന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു സാമാന്യ ധാരണ അതിനകത്തുണ്ട്. അത് ഏതൊരു പുസ്തകത്തിനും ബാധകമാണ്. ഇന്ത്യ ചരിത്രം എന്ന് പറഞ്ഞൊരു പുസ്തകം വായിക്കണമെങ്കിൽ ഇന്ത്യ എന്താണെന്ന് അറിയണം, ചരിത്രം എന്താണെന്ന് അറിയണം, എന്നാലേ അത് വായിക്കാം. അപ്പൊ ആ രീതിയിൽ ഈ ഒരു ഒരു വസ്തു അത് സവിശേഷമാണോ സാമാന്യമാണോ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. കേവല സ്വഭാവമുണ്ട്. ഇപ്പം ദേവസ്ട്രാസ് ഒക്കെ പറയുന്നത് ലോകത്തുള്ള മനുഷ്യരുടെ സ്വഭാവം എല്ലാം അതുപോലാണ്. അത് ശരിയാണ്.
അപ്പൊ സിനിമ നമ്മൾ കാണുന്നത് എങ്ങനെയാ? എല്ലാവരെയും കാണാൻ പോലല്ലേ അത്രയും സിനിമ കാണാൻ പറ്റുന്നത്. കാരണം പെർ സെക്കൻഡ് 24 ഫ്രെയിമാണ് പോകുന്നത്. ആൾക്കാർക്ക് കണ്ടൊരുപോലെ രക്തം ഇതെല്ലാം ഏതാണ്ട് ഒരുപോലെ വരുന്നത് കൊണ്ട് നമ്മുടെ ചിന്തകൾ ഇപ്പൊ യൂറോപ്യൻ നോവൽസോ കവിതകളോ നമ്മൾ വായിച്ച് നമ്മൾ വികാരങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അവിടെയും ഇവിടെയും മനുഷ്യൻ ഏതാണ്ട് ഒരുപോലാണ്. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതൊരു സവിശേഷവുമാണ്. ഉത്തരാധുനിക കവിത സവിശേഷമാണെന്ന് നമ്മൾ പറയുമ്പോൾ ഈ സവിശേഷതയ്ക്ക് അകത്തൊരു സാമാന്യത വർക്ക് ചെയ്യുന്നുണ്ട്. ഏതൊരു സവിശേഷതയ്ക്കകത്തും അത് സാമാന്യമായി മാറാൻ അതിനകത്തൊരു എവിടെയെങ്കിലും ഒരു സ്ഥലം കാണുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആധുനികത മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ തന്നെ പുതിയ ഒന്നിനും വരും സവിശേഷമായി നിൽക്കുമ്പോഴും. ആധുനികതയിൽ ദളിത് കവിതയില്ലല്ലോ, അങ്ങനെ സംഗതിയില്ല. പക്ഷേ കടമനിട്ടയുടെ കവിത എടുത്തിട്ട് നിങ്ങളുടെ കാർത്ത മക്കളെ ചുട്ടു നിന്നെന്ന് ചോദിക്കുമ്പോൾ അത് ചിലപ്പോൾ ഇന്നത്തെ രീതിയിൽ ദളിത് കവിതയുടെ രീതിയിലേക്ക് വന്നെന്നിരിക്കും. പിന്നെ ഒരു കാര്യം പറയാം, കവിതയിലും വേടന്റെ പാട്ടിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു, ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് പുള്ളി. പക്ഷേ അതുപോലല്ല കവിത. കവിത അങ്ങനെ പ്രൊവോക്കിംഗ് ആയിട്ടോ പച്ച രീതിയിൽ സംസാരിക്കുന്ന ഒന്നായിട്ടല്ല ഉത്തരാധുനിക കവിത മലയാളത്തിൽ നിലനിന്നത്. വളരെ സൈലന്റ് ആയിട്ടുള്ള, വളരെ സൂക്ഷ്മമായിട്ടുള്ള, സുതാര്യമായിട്ടുള്ള, ലളിതമായിട്ടുള്ള ഒരു ആഖ്യാനം എന്ന നിലയിലാണത് മലയാളത്തിൽ ഇതുവരെ നിന്നു പോകുന്നത്. കാരണം അതിനു മുമ്പ് തന്നെ ഈ വേടനൊക്കെ അവതരിപ്പിക്കുന്ന സാധനം കടമനിട്ടേക്ക് അവതരിപ്പിച്ചു പോയിരുന്നു. നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നോ, നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുടന്നെടുക്കുകയോ എന്നോ, നിങ്ങൾ ഓർക്കുക നിങ്ങളെ എങ്ങനെ നിങ്ങൾ ഓർക്കുന്നു എന്നുള്ള രീതിയിൽ വളരെ പ്രക്ഷുബ്ധമായ ഒരു കവിതയുടെ കാലഘട്ടം കടന്നിട്ടാണ് ഉത്തരാധുനിക കവിത മലയാളത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് അതിന് നേരെ വിപരീതമായ സൈലന്റ് ആയിട്ടുള്ള ഒരു ധാരയിലേക്കാണ് അത് കടന്നുപോയത് മിക്കവാറും. അല്ലാതെ വളരെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള, വളരെ തുറന്നിങ്ങനെ പച്ചക്ക് എഴുതുന്ന രീതിയിലേക്ക് കവിത വന്നിട്ടില്ല. വരുമായിരിക്കും മറ്റൊരു കാലത്ത്, എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇവിടം വരെ ഇങ്ങനെ തന്നെയാണ്. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇതിന് സംശയം ചോദിക്കുകയാണെങ്കിൽ അതെല്ലാം പറയാം. എല്ലാവർക്കും നമസ്കാരം. യൂസഫ് മാഷ് മലയാള കവിത ഇന്ന് എന്നൊരു സംഭാഷണം തുടങ്ങി വെച്ചു. മലയാള കവിത ഇന്ന് എന്നൊരു സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും കേരളീയ ജീവിതം ഇന്ന് എന്ന ഒരു ഉപവിഷയത്തിലേക്കോ ഒരുപക്ഷെ മുഖ്യ വിഷയത്തിലേക്കോ കൂടി നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട്. എല്ലാ കാലത്തും ജീവിതം കവിതയിൽ പ്രതിഫലിക്കും, സാഹിത്യത്തിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ ചടുലവോ വളരെ സാവകാശത്തിലുള്ളതോ ഒക്കെയായ മാറ്റങ്ങൾ അത് വളരെ വിശദമായ പഠനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയമാക്കേണ്ട ഒന്നാണ്. പ്രത്യേകിച്ചും കേരളീയ സമൂഹം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്, ആ കുറച്ചു കാലത്തെ നമുക്ക് മാഷയുടെ ഭാഷയിൽ ഇപ്പോൾ ഉത്തരാധുനികതയ്ക്ക് ശേഷം മോഡേണിസം, പോസ്റ്റ് മോഡേണിസം, ആധുനികാനന്തര കാലം, ഇപ്പോൾ അതും കഴിഞ്ഞ് ഒരുപക്ഷെ പോസ്റ്റ് മോഡേണിസം എന്നോ നിയോ പോസ്റ്റ് മോഡേണിസം എന്നോ നിരൂപകരും മെറ്റാ പോസ്റ്റ് മോഡേണിസം എന്നൊക്കെ വിളിക്കാവുന്ന ഒരു സവിശേഷ ഘട്ടത്തിലാണ് ലോകത്തിലെയും മലയാളത്തിലെയും ഒക്കെ സാഹിത്യം നിൽക്കുന്നത്. നമ്മൾ 90കളിലൊക്കെയാണ് പോസ്റ്റ് മോഡേണിസ്റ്റ് കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ന്യൂ ജെൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന 21ാം നൂറ്റാണ്ടിൽ ജനിച്ച് ജീവിതം ആരംഭിച്ച് സാമൂഹിക ജീവിത പരിസരത്തിൽ നിന്ന് അനുഭവങ്ങൾ സ്വാംശീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ സാഹിത്യത്തെയും കലയെയും തത്വചിന്തയെയും ജീവിതത്തെയും ഒക്കെ വേറൊരു രീതിയിൽ നോക്കിക്കാണുകയൊക്കെ ചെയ്യുന്ന ആളുകളുടെ ഒരു ഫിലോസഫി രൂപം കൊള്ളുകയും ആ ഫിലോസഫിയെ നമ്മൾ ഒരിക്കലും ഉത്തരാധുനികതയുടെയോ പോസ്റ്റ് മോഡേണിസത്തിൻ്റെയോ കള്ളികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതിന് നമുക്ക് വേണമെങ്കിൽ നിയോ പോസ്റ്റ് മോഡേണിസം എന്ന് പേരിട്ട് ചിലർ വിളിക്കുന്നു. ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കേരളം യഥാർത്ഥത്തിൽ കേരളീയ ജീവിതം എന്ന് പറയുന്നത് ഒരു കലർപ്പുകളുടെ ജീവിതമാണ്. പണ്ട് ശങ്കരപ്പിള്ള കവിതയിൽ പറഞ്ഞതുപോലെ പുറമേക്ക് ലെനിനായും അകത്ത് പൂന്താനമായും എന്ന് പറയാം. പൂജാമുറിയിൽ പൂന്താനമായും പുറമേക്ക് ലെനിനായും നടക്കുന്ന ആളുകൾ എന്ന് പറയാം. ഒരു ഇരട്ട ജീവിതത്തെ കുറിച്ചാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് ഒരു പക്ഷെ നമുക്ക് ഇരട്ട ജീവിതമല്ല, ഒരു 10-18 ജീവിതമൊക്കെയാണ് ഓരോ മലയാളിയും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെന്ന് നമുക്ക് തന്നെ ഒരാൾക്കും അവനവന്റെ സ്വത്വം അറിയാത്ത വിധത്തിൽ നമ്മൾ ജാതി വിരോധികളാണ്,
ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്ക് എതിരാണ്. പക്ഷെ സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം മകളുടെ മകന്റെ നമ്മുടെ ഒക്കെ കല്യാണം വരുമ്പോൾ നമ്മൾ ഒരു പക്ഷേ ജാതി മതം അതൊക്കെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് പറയും. അപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. നമ്മൾ അതിഗംഭീരമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളൊക്കെ പ്രഖ്യാപിക്കും, സ്വതന്ത്ര നിലപാടുകൾ ഉച്ചസ്ഥലം ഘോഷിക്കും. പക്ഷെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടി വരുമ്പോൾ സ്വന്തം രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെ എന്തായാലും ചെയ്യാം എന്നുള്ള രീതിയിൽ പാരമ്പര്യമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു വരുന്നവരാണ് എന്ന രീതിയിലൊക്കെ മാറും. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ഒരു കലർപ്പ് കേരളീയ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആ കലർപ്പ് മലയാള കവിതയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അത് ഭാഷയിലുണ്ട്, അത് അതിൻ്റെ ഇമേജറികളിലുണ്ട്, അതത് തിരഞ്ഞെടുക്കുന്ന കവിത തിരഞ്ഞെടുക്കുന്ന പ്രമേയങ്ങളിലുണ്ട്. എല്ലാറ്റിലും ഈ ഒരു വലിയ കലർപ്പ് കിടക്കുന്നു. ഈ കലർപ്പിന്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന് അപ്പുറത്ത് നിൽക്കുന്ന യന്ത്രങ്ങളുടെയും സാങ്കേതികതയുടെയും ഒക്കെ വലിയൊരു സാന്നിധ്യം കൂടി പുതിയ കാലത്ത് നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാത്ത ഒരു ജീവിതം നമുക്കൊന്നും സങ്കല്പിക്കാനാവില്ല. ആധുനികതയുടെ കാലത്ത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയിട്ടുണ്ട്, ഓർക്കാപ്പുറത്ത് വൈദ്യുതി നിലയ്ക്കുമ്പോൾ ഒരു ഫാനും ഒരുപാട് ഹൃദയങ്ങളും നിശ്ചലമാകുന്നു എന്ന് എഴുതിയപ്പോൾ കൗതുകത്തോടെ വായിച്ചിട്ടുള്ള ആളുകളാണ് അക്കാലത്ത് ഉണ്ടായിരുന്ന ആളുകൾ. അതുപോലെ പ്രാവുകൾ മുരിഞ്ഞു കായ്ക്കും വൈദ്യുത വൃക്ഷച്ചോട്ടിലെ ധ്യാനസ്ഥനാം മുനി എന്നൊരു ഇലക്ട്രിക് പോസ്റ്റിനെ കാവ്യബിംബമാക്കിയിട്ട് അദ്ദേഹം അക്കാലത്തെ ശാസ്ത്രത്തിന്റെയും സാങ്കേതികതയുടെയും ഒക്കെ വളർച്ചയെ കവിതയിലേക്ക് ആനയിക്കുന്നുണ്ട്. ഇന്ന് അങ്ങനെയൊന്നും ആനയിക്കാൻ പോലും പറ്റാത്ത വിധം അത് നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഒക്കെ അവിഭാജ്യ ഭാഗമായി ഈ ശാസ്ത്ര സാങ്കേതിക സംഭാവനകൾ മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ തന്നെ ബ്രെയിനിന്റെ ഒരു എക്സ്റ്റൻഷനായി നമ്മുടെ മൊബൈൽ മാറുന്നു, മറ്റൊന്നല്ല. നമ്മുടെ മെമ്മറിയുടെ ഭാഗമാണ് നമ്മുടെ നമ്പറുകൾ സൂക്ഷിക്കുന്ന, നമ്മുടെ റിമൈൻഡറുകൾ സെറ്റ് ചെയ്യുന്ന, അലാറം സെറ്റ് ചെയ്യുന്ന, എല്ലാം നോട്ട് പാഡുകൾ സൂക്ഷിക്കുന്ന, കവിത എഴുതുന്ന. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച ആത്രേയത്തിന്റെ രചയിതാവ് ആർ രാജശ്രീ അവരുടെ ആദ്യ നോവൽ മൊബൈലിലാണ് എഴുതിയത്. ഫേസ്ബുക്കിൽ ആശുപത്രിയിൽ ഡോക്ടറെ കാത്തിരിക്കുന്ന ഇടവേളകളിൽ മൊബൈലിൽ എഴുതിയിട്ടാണ് രാജശ്രീ ദാക്ഷായണിയുടെയും കല്യാണിയുടെയും ദാക്ഷായണിയുടെയും കഥ എഴുതുന്നത്. അപ്പോൾ ആ രീതിയിൽ എല്ലാറ്റിനുമുള്ള ഒരു ഉപകരണമായി നമ്മുടെ മൊബൈൽ മാറി. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാലത്ത് അതുപോലെ തന്നെ കേരളീയരായ പുതിയ തലമുറയുടെ ഒരു പ്രധാനപ്പെട്ട സ്വപ്നമുണ്ട്. നിങ്ങളിവിടെ എന്തുകൊണ്ടാണ് പഠിക്കുന്നത് എനിക്കറിയില്ല, പക്ഷെ പുറത്ത് പഠിക്കുക എന്നുള്ള ഒരു വലിയ സ്വപ്നമാണ്. പുറത്തു പോവുക, മൈഗ്രേറ്റ് ചെയ്യുക. കേരളീയത എന്ന് പറയുന്ന ഒരു സാധനമൊന്നുമില്ല. ഒരു പാൻ എന്താ പറയുക ഗ്ലോബൽ അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഡയാസ്പോറ, മലയാളം ഡയാസ്പോറ എന്ന് പറയും, അതിങ്ങനെ അനുദിനം വികസിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ അങ്ങനെ പോയിട്ട് ഓസ്ട്രേലിയയിലും കാനഡയിലും അയർലൻഡിലും ഒക്കെ ചേക്കേറുന്ന, ലണ്ടനിലൊക്കെ SFIന്റെ യൂണിറ്റ് വരെ ഉണ്ട് ഇപ്പൊ ലണ്ടനിൽ. അപ്പൊ ആ രീതിയിൽ മലയാളികളും വിദ്യാർത്ഥികളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പിന്നെ വിദേശികളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്ത നാടാണ് നമ്മൾ. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയ നാടാണ്. ആ നാട്ടിൽ കൊച്ചിയിൽ ഒരു വലിയ പരസ്യ ബോർഡ് ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗത്ത് കാണാം, നമ്മുടെ കല്ലൂരിന്റെ ആ ഭാഗത്ത് കാണാം, വിദേശത്ത് പഠിക്കൂ സ്വതന്ത്രരാവൂ എന്നാണ് ആ ബോർഡ്. ഒരു പുതിയ പോസ്റ്റ് മോഡേൺ അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ കവിതയുടെ വരികൾ പോലുള്ള സാധനമാണ്. വിദേശത്ത് പഠിച്ചിട്ട് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി ആഹ്വാനം ചെയ്യുക. ആ ആഹ്വാനം ശിരസ വഹിച്ചിട്ട് അവിടെ പോയിട്ട് നമ്മൾ പഠിക്കുകയും അവിടെ തന്നെ പിന്നീട് തിരിച്ചു വരാനാവാത്ത വിധം അവിടെ ജീവിക്കുകയൊക്കെ ചെയ്യുക. അവർ മലയാളികളാണ്, അവരുടെ കവിതയുണ്ട്. ആ ജീവിതം പ്രതിഫലിപ്പിക്കുന്ന കവിത ഇന്നത്തെ മലയാള കവിതയുടെ ഭാഗമാണ്. നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ ഇതുവരെ കവിതയിലേക്ക് എത്തി നോക്കാൻ പോലും സാധിക്കാതിരുന്ന ബഹുവിധമായ ജനസഞ്ചയം അവരുടെ ജീവിതത്തെ, സ്വത്വത്തെ, അവരുടെ വേദനകളെ, ആനന്ദങ്ങളെ ഒക്കെ ആഴത്തിൽ അടയാളപ്പെടുത്തുന്ന കവിതകൾ പുതിയ മലയാള കവിതയുടെ ഭാഗമാണ്. ശാസ്ത്രത്തിന്റെയും സാങ്കേതികതയുടെയും പരിധി വിട്ട ഈ ഒരുപക്ഷെ നമ്മുടെ ഭാവനയ്ക്ക് അതീതമായി മനുഷ്യരെ കൊണ്ട് എത്തിക്കുന്ന ആ സന്ദർഭങ്ങളൊക്കെ കവിതയിൽ വരികയും അതിന്റെ ഭാഗമായിട്ടുള്ള ആവിഷ്കാരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് മലയാള കവിതയുടെ പുതിയ ഒരു രീതിയാണ്.
മനുഷ്യൻ നിരന്തരം ഗ്ലോബലായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് നമുക്കകത്ത് അങ്ങനെ ഒരു പ്രശ്നം കൂടി സംഭവിക്കുന്നുണ്ട്. ഈ ഒക്കെ വളർച്ചയ്ക്കകത്ത് തൊട്ടടുത്ത വീട്ടിലെ മരണം പോലും നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജ് ആയിട്ടോ തൊട്ടടുത്ത ദിവസത്തെ വാർത്തയായിട്ടാണ് അറിയുന്നത്. നമ്മൾ പണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ചന്ദ്രനിൽ വെള്ളമുണ്ടോ എന്ന് നമുക്കറിയാം, പക്ഷെ നമ്മുടെ വീട്ടുമുറ്റത്ത് കിണർ കുഴിച്ച വെള്ളം കിട്ടുമെന്ന് നമുക്ക് അറിയില്ല. ഇങ്ങനെ സമീപസ്ഥമായ അറിവുകൾ ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയും എന്നാൽ അറിവുകളുടെ കാര്യത്തിൽ നമ്മൾ വളരെ സമ്പന്നരാണ് എന്ന് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു മനുഷ്യനെ ഹോളോ മാൻ എന്ന് പണ്ട് എലിയട്ടൊക്കെ പറഞ്ഞതുപോലെ, എലിയട്ടിന്റെ കവിതയിൽ ആധുനികതയുടെ കാലത്ത് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് ശൂന്യ മനുഷ്യൻ, ഹോളോ മാൻ. അപ്പോൾ അതുപോലുള്ള മനുഷ്യരായിട്ട് ആളുകൾ മാറുന്നുണ്ട്. വളരെ സമ്പന്നരാണ് നമ്മൾ, ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്, വ്യത്യസ്തമായ അനുഭവങ്ങളാണ്, എല്ലാ കാര്യവും നമ്മളുടെ സമീപത്ത് തന്നെയുണ്ട്. പക്ഷെ അതേസമയം അകം പൊള്ള മനുഷ്യരുടെ ആൾക്കൂട്ടമായിട്ട് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ പൊള്ളത്തരത്തെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ മലയാളത്തിന്റെ പുതിയ കവിതയിൽ കാണാം. അതിന്റെ പ്രാദേശികതയിലേക്ക് തിരിച്ചുപോയിക്കൊണ്ടാണ് സംഭവിക്കുന്നത്. അന്തർദേശീയത എന്നുള്ളത്, ഗ്ലോബൽ സിറ്റുവേഷൻസ് എന്നുള്ളത് ജീവിതത്തിന്റെ ഭാഗമായി മാറുമ്പോൾ നമുക്ക് ഒരിക്കലും വേർപെടുത്താനാവാത്ത വിധം ജീവിതത്തിൽ ലയിച്ചു കിടക്കുന്ന പ്രാദേശികമായ അനുഭവങ്ങൾ, ഭാഷയിൽ ആ പ്രാദേശികത തെളിഞ്ഞു കിടക്കുന്ന വാക്കുകൾ, അതിൻ്റെയൊക്കെ കവിതയിലേക്കുള്ള പ്രവേശനങ്ങൾ, ഇതൊക്കെ സാധ്യമാക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇന്നത്തെ കവിതയുടെ കാലഘട്ടം എന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ മലയാള കവിത ഇന്ന് എന്ന ഒരു സബ്ജക്റ്റിന്റെ നിലയിൽ നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഇത്തരം ഒരുപാട് വൈവിധ്യങ്ങൾ മലയാളം, അത് ഇന്നത് എന്ന് നമുക്ക് പറയാനാവാത്ത വിധത്തിലുള്ള നിരവധിയായ വൈവിധ്യങ്ങളുടെ ചേരുവകൾ, കലർപ്പുകൾ ചേർന്ന ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഫ്യൂഡൽ, നമ്മളിപ്പോ ജീവിതത്തിൽ നമ്മൾ വലിയ ശാസ്ത്രം കാര്യമൊക്കെ വെച്ച് നമുക്കറിയാം ആന്തരിക അവയവങ്ങൾ എന്താണ്, എങ്ങനെയാണ് ബ്രെയിൻ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അറിയാം. പക്ഷെ കഴിഞ്ഞ ഒരു ആള് പറയണ്ടായി, കണ്ണ് ഒരു ഗ്രാമം എല്ലാവരും അവയവം ദാനം ചെയ്യുന്ന ഒരു ഗ്രാമമായിട്ട് മാറിയിരുന്നു, കണ്ണ് ദാനം ചെയ്യുന്ന ഒരു ഗ്രാമമായിട്ട് മാറി. അപ്പൊ അവിടെ കുറെ ഡോക്ടേഴ്സ്. അപ്പൊ ആ ഗ്രാമത്തിൽ പിന്നീട് വന്നൊരു തടസ്സം എന്താ വെച്ചാൽ, സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമായി പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ കണ്ണ് ദാനം ചെയ്യാൻ സമ്മതിക്കാത്ത കുറച്ച് ആൾക്കാർ ഡോക്ടർമാരാണ്. അവർക്ക് കണ്ണ് ദാനം ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അവർക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളുകൾ. അപ്പൊ ശാസ്ത്രം നമുക്കുണ്ട്, പക്ഷെ ശാസ്ത്ര അവബോധം നമുക്ക്, അത് നമ്മുടെ ബോധത്തിൽ ലയിച്ചു ചേരുന്ന അവബോധമായി മാറുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ പല കാര്യങ്ങളിലും പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ ചൊവ്വയിലേക്ക് ഉപഗ്രഹം വിടും, പക്ഷെ വിടുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ മുട്ട അറുത്തിട്ട്, ഗണപതിക്ക് മുട്ട അറുത്തിട്ട് ഒരു പൂജയും നടത്തുന്നതാണ്, എന്നിട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ശാസ്ത്രം മുന്നേറുമ്പോഴും ശാസ്ത്രാവബോധം വളരെ പിന്നിൽ നിൽക്കുക. ഇതുപോലെ കവിതയിൽ ഇത്തരം ഒരുപാട് പുതിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും പഴയ വള്ളത്തോൾ സ്കൂളിൽ കവിത എഴുതുന്ന ഒരുപാട് പ്രമുഖ കവികളും നമ്മുടെ നാട്ടിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. കവിതകൾ പിന്നെ ഏറ്റവും പ്രാചീനമായ രീതിയിൽ കവിത എഴുതുന്ന ആളുകളുണ്ട്, ഏറ്റവും വൃത്തനിബദ്ധമായ രീതിയിൽ കവിത എഴുതുന്നവരുണ്ട്. അതൊന്നും പ്രശ്നമില്ല. പക്ഷെ അതാണ് മലയാള കവിതയുടെ പുതിയ മുഖം എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഭാവനാശൂന്യരായ പത്രാധിപരും ഉണ്ട് എന്നുള്ളതാണ് മലയാള കവിത ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എങ്ങനെയാണ് മലയാളി ജീവിതത്തിന്റെ സംഘർഷങ്ങളെ, അതിന്റെ കുതിപ്പുകളെ, കിതപ്പുകളെ ഒക്കെ ഈ കവികൾ സ്വാംശീകരിച്ച് അവതരിപ്പിക്കുന്നത്? എങ്ങനെയാണ് മലയാളത്തിൽ കവിത അതിന്റെ പുതിയ ബീജം അവതരിപ്പിക്കുന്നത്? എങ്ങനെയാണ് അതിന്റെ പുതിയ നാമ്പുകൾ തളിർക്കുന്നത്, അത് കായ്കനികൾ തരുന്നത്? തുടങ്ങിയ കാര്യങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കാനും അതിനെ പ്ലേസ് ചെയ്യാനും പറ്റുന്ന വളരെ എന്താ പറയുക, ഭാവനയുടെ സാഹസികത നിറഞ്ഞ സഞ്ചാരങ്ങൾ നടത്തുന്ന അരാജകത്വത്തിന്, അതിരുകളില്ലാത്ത അരാജകത്വത്തിന്റെ ഉന്മാദങ്ങൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ കവിതയെ സമീപിക്കാവുന്ന പത്രാധിപന്മാരോ നിരൂപകന്മാരോ ഇല്ലാതായതിന്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നതിന്റെ ഒരു പ്രശ്നം ഇന്നത്തെ കവിതകളുടെ അടയാളപ്പെടൽ കുറയാൻ ഒരുപാട് കാരണമായിട്ട്. പുതിയ കവിത എന്ത് എന്ന് അടയാളപ്പെടാൻ ഉള്ള പ്രയാസങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കവികളുടെയും പ്രശ്നമുണ്ട്. ഈ രീതിയിലുള്ള ഒരു ജീവിതത്തെ ഒക്കെ അതിൻ്റെ സങ്കീർണമായ ടൂളുകൾ ഉപയോഗിച്ച് മനസ്സിലാക്കാനും
അതൊരു ജ്ഞാന പദ്ധതി കൂടിയാണ് കവിത എന്ന് നേരത്തെ മാഷ് സൂചിപ്പിച്ചു. അത് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. കവിതയെ പറ്റിയുള്ള പഴയകാല സങ്കല്പങ്ങൾ മുഴുവൻ പൊളിഞ്ഞിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. ആരോ കൈ പിടിച്ച് എഴുതിക്കുന്നത് പോലെ എന്ന് ചെയ്യുന്ന അബോധമായിട്ട് ആരോ എൻ്റെ കൈ പിടിച്ചിങ്ങനെ എഴുതുകയാണ്, ഞാൻ അറിയില്ല എന്നൊക്കെ കവിതയ്ക്ക് ചുറ്റും നമ്മൾ ഉണ്ടാക്കിയ ഒരുപാട് കെട്ടുകഥകളുണ്ട്. അതൊന്നും അല്ല. കവിത ഒരു നിർമ്മിതിയാണ് എന്നുള്ള, ഒരാൾ ബോധപൂർവം ചെയ്യുന്ന ഒരു നിർമ്മിതിയാണ്, പണിയെടുത്തുണ്ടാക്കുന്ന ഒന്നാണ് കവിത. ആ പണി എനിക്ക് ചെയ്യാൻ അറിയണമെങ്കിൽ തീർച്ചയായും പരിശീലനം കൃത്യമായി വേണം. എന്നാലേ പണി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റേതൊരു പണിയെ പോലെയും. അപ്പോൾ കവിതയ്ക്ക് ആവശ്യമുള്ള പണി, അതിനാവശ്യമുള്ള ഗൃഹപാഠം എന്നൊക്കെ പറയുന്നത് ഭാവനയും ഭാവനയുടെ തന്നെ അടുത്ത് നിൽക്കുന്ന ബൗദ്ധികതയും ഒക്കെ ആയിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. അപ്പൊ അത്തരം ഫിലോസഫിക്കൽ ആയിട്ടുള്ള ആലോചനകൾ തന്നെ വളരെ സാധാരണമായ കാര്യങ്ങളിൽ നിന്ന് അസാധാരണമായ വഴികളിലേക്കും തിരിവുകളിലേക്കും നിഗമനങ്ങളിലേക്കും ഒക്കെ സഞ്ചരിക്കാനുള്ള ആവേഗം ഉള്ള മനസ്സ്, മനോനില, അത് ഉള്ള കവികളുടെ എണ്ണം പറഞ്ഞു. അത്തരം ആവിഷ്കാരങ്ങൾ നടത്തുന്ന കവികളെ സ്വീകരിക്കാനുള്ള വായനക്കാരുടെ എണ്ണം അതിലേറെ കുറഞ്ഞു. അപ്പൊ ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് മലയാള കവിത ഇന്ന് എന്ന രീതിയിൽ ഏറ്റവും പുതിയ മലയാള കവിതയുടെ ഭാവുകത്വത്തെ ജനസമക്ഷം പരിചയപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ പോപ്പുലറൈസ് ചെയ്യുന്നതിന് മലയാള കവിതയുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരും ഒരു പരിധിവരെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ. അതുകൊണ്ടാണ് നേരത്തെ വളരെ വൈവിധ്യമാർന്ന രീതിയിലൊക്കെ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും, കവിതയിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും പോപ്പുലർ മീഡിയമായിട്ട് നോവൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളൊരു നിരീക്ഷണം. അത് നിരീക്ഷണമല്ല, വസ്തുതയാണ്. പണ്ടങ്ങനെയായിരുന്നില്ല. നമുക്ക് ചങ്ങമ്പുഴയൊക്കെ ഉണ്ടായിരുന്നു. നോവൽ വിറ്റഴിഞ്ഞതിനേക്കാളേറെ കോപ്പികൾ വിറ്റഴിഞ്ഞ ചങ്ങമ്പുഴക്കാലം മലയാള കവിതയിലാണ് സംഭവിച്ചത്. അങ്ങനെ ഒരു കാലം വരണം, അതാണ് യഥാർത്ഥ കാലം എന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. പക്ഷെ ആ രീതിയിൽ കവിതയുടേതായ ഒരു കാലം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കവിത എല്ലാ കാലത്തും കുറച്ചാളുകളെ വായിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നത് തെറ്റിദ്ധാരണ. നല്ല വായനക്കാർ കവിതയ്ക്കുണ്ട്, ഇപ്പോഴും നല്ല വായനക്കാർ കവിതയ്ക്കുണ്ട്. പക്ഷെ ഈ പറഞ്ഞ രീതിയിൽ കുറെ പ്രശ്നങ്ങൾ കവിതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിനൊരു കാരണം മോശം കവികളുമാണ്. കവിത എഴുതുന്ന ആളുകളുടെ ഇപ്പോൾ ആർക്കും കവിത എഴുതാവുന്ന ഒരു അവസ്ഥയുണ്ട്. ഫേസ്ബുക്കിലൊക്കെ ആർക്ക് വേണമെങ്കിലും കവിത എഴുതാം. ഫേസ്ബുക്കിൽ ലൈക്ക് കിട്ടുന്നത് കവിതയ്ക്കല്ല, കവിയുമായിട്ടുള്ള സൗഹൃദത്തിനാണ് ലൈക്ക്. നമ്മൾ ആളാണ് പറയുമ്പോൾ നമ്മൾ ലൈക്ക് അടിക്കും, നമ്മൾ ആളല്ലേ നമ്മൾ നോക്കൂല. നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആളുകൾ ഇത് കവിതയുടെ അടിസ്ഥാന മാനദണ്ഡമായി മാറുന്നതോടുകൂടി, കവിതയെ വിലയിരുത്താനുള്ള മാനദണ്ഡം ആയിട്ട് ലൈക്കുകളൊക്കെ മാറുന്നതോടുകൂടി പുതിയ സോഷ്യൽ മീഡിയ കാലത്ത് ഈ പറഞ്ഞ കവിതയുടെ സൗന്ദര്യാത്മകമായ വശമോ അതിന്റെ തത്വചിന്താപരമായ സവിശേഷതകളോ തുടങ്ങി കവിത എന്ന മീഡിയത്തിന്റെ സൗന്ദര്യാത്മക വിശകലനങ്ങൾക്കൊന്നും മുതിരാതെ പോകുന്നതിന്റെ പ്രയാസങ്ങളും ഇന്നത്തെ കവിത അനുഭവിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ മലയാള കവിത അതിന് പണ്ട് നമ്മൾ പറയും ഭാഷയെ നവീകരിക്കുന്ന ഒന്ന് കൂടിയാണ് കവിത. ഭാഷയിൽ നടത്തുന്ന അടിസ്ഥാന വ്യവഹാരം ഇന്നും കവിത ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ നേരത്തെ തൊട്ട് മുമ്പുള്ള ചർച്ച ഞാൻ കേട്ടു. നമ്മള് കല്ലുമാല എന്നുള്ള കവിതയിലെ ഒരു പാട്ടില്ല ഓർമ്മ. കല്ലുമാല സോറി കവിതയിലെ നമ്മൾ സിനിമയിലെ ഒരു പാട്ട്, ഓള മെലഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്. അങ്ങനത്തെ ഒരു പാട്ട് നമുക്ക് മുമ്പ് സിനിമയിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല അല്ലെ? ഓള മെലഡി, ഓള് നമ്മൾ പറയില്ല, നമ്മൾ അവൾ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്കത് ആ വാക്കിന് പാട്ടിലേക്കോ കവിതയിലേക്കോ ഒക്കെ പ്രവേശനം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രവേശനമില്ലാതെ സംസ്കരിച്ച് മാത്രം ഉപയോഗിക്കുമായിരുന്നുള്ളൂ. മനുഷ്യർ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ, അനുഭവിക്കുന്ന അനുഭവങ്ങൾ ഒക്കെ കൃത്യമായി സംസ്കരിച്ച് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു ഇടമായി കവിതയും സാഹിത്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യം. അത് മാറി എന്ന് മാത്രമല്ല, സിനിമയിലൊക്കെ അതാണ് ഹിറ്റ് എന്നുള്ളൊരു സ്ഥിതി. കവിതയിൽ അത്തരം ഒരു സ്ഥിതി വന്നിട്ടില്ല. എന്താണ് ഒക്കെ പോയിട്ട് ഒറിജിനലെ കൊണ്ടുവരും. ഇപ്പോ
കഴിഞ്ഞ തവണത്തെ മാതൃഭൂമി വിഷുപ്പതിൽപ്പിൽ സമ്മാനം കിട്ടിയ ഒരു കവിത റഹീമ വാളാടിന്റെ കവിതയാണ്. നാലഞ്ച് വായിക്ക അല്ലേ, വായിക്കാ പാഠങ്ങൾ, 4-5 വായിക്കാ പാഠങ്ങൾ. ഇപ്പൊ ഈ വായിക്ക എന്നുള്ള സാധനമൊന്നും നേരത്തെ ഉണ്ടാവില്ല. കപ്പയും മീനും, മത്തിക്കറിയും കപ്പയും എന്നുള്ള ഒരു കവിതയുടെ പേരായിട്ട് ഞാൻ വായിച്ചു. മത്തിക്കറിയും കപ്പയും. അപ്പൊ അതൊക്കെ ഇപ്പൊ എന്ത് കവിതയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് ഈ വ്യത്യസ്തമായ ജീവിത പരിസരങ്ങൾ മലയാള കവിതയിൽ വളരെ സമ്പന്നമായ രീതിയിൽ മാറുന്നു. അത് ഭാഷയെ വലിയ രീതിയിൽ നവീകരിക്കുന്നുണ്ട്. ഈ ആഗോള പരിസരത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഭാഷയെ ഒരുപക്ഷെ ജീവിപ്പിക്കുക പോലും ചെയ്യുന്നുണ്ട്. മലയാള കവിതയുടെ സമകാലത്തെ കുറിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങൾക്കും ചർച്ചയ്ക്കുള്ള സമയമാണ്. ആർക്കെങ്കിലും ഇടപെടാനുണ്ടെങ്കിൽ. അവാർഡ് നിർണയ കമ്മിറ്റികളിലൊക്കെ വന്നിട്ടുണ്ട്. അവാർഡ് നിർണയിച്ചപ്പോൾ അതിനകത്ത് കുടൂർലിസനാണ് അവാർഡ്. പൊതുവെ നോക്കിക്കാണും, പക്ഷെ ഞാൻ കൊടുത്തത് കുടൂർലിസനാണ്. ഇന്ന് ഞാൻ നാളെ നീ ആൻ്റെ പല്ലേ വളരെ ഗംഭീരമായ വർക്കായിട്ടാണ് എനിക്ക് കുടൂർലിസന്റെ കവിത മുമ്പേ തന്നെ ഞാൻ വായിക്കുന്നുണ്ട്. ആദ്യത്തെ ഈ പുസ്തകം മുതലേ വായിക്കുന്നുണ്ട്. അത് ഈ മൂത്രപ്പരൽ എഴുതുന്ന ചില കുറിപ്പുകളിൽ നിന്നാണ് ആ കവിത ഉണ്ടായത്. അത് കഴിഞ്ഞാണ് അവൻ ഗൾഫിലേക്കൊക്കെ പോയത്. പിന്നെ കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ കുറെ സ്ഥൂലമായി പോയി. പക്ഷെ ഈ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഗദ്യത്തിലുള്ള കവിതകളാണ് അതെല്ലാം തന്നെ, പക്ഷെ വളരെയധികം സന്തോഷത്തോടെ ഒരു നോവൽ വായിക്കും പോലെ വായിക്കാൻ പറ്റുന്നു. ഒരു പ്രത്യേക പ്രദേശവും അവിടുത്തെ മനുഷ്യരും, അങ്ങനെ ഒരു പ്രത്യേക ഒരു ലൊക്കാലിറ്റി അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ സ്പേസും ഉണ്ട്. അതേസമയം ഇന്റർനാഷണലുമാണ്, പ്രാദേശികവുമാണ്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം വിദേശത്തേക്ക് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ വിദേശത്തേക്ക് പോകുമ്പോൾ കേരളം കൂടെ കൊണ്ടുപോവുകയാണ്. കാരണം അവിടെ ഡയസ്പോറയിലേ ജീവിക്കാൻ പറ്റും. നമ്മുടെ മലയാളിയായിട്ടോ ഇന്ത്യക്കാരനായിട്ടോ അവർ കാണുകയുള്ളൂ അമേരിക്കയിലൊക്കെ ചെന്നിട്ട് കഴിഞ്ഞാൽ. ഈ ബ്ലാക്സ് ഉണ്ടാകുന്ന ദുരന്തവും നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ പോലും ലോകത്ത് അങ്ങനെ അന്യദേശങ്ങളിൽ പോയി താമസിക്കുന്നവരെല്ലാവരും തന്നെ ഡയസ്പോറയിലാണ്. പക്ഷെ ഡയസ്പോറ ഉണ്ടാക്കുന്ന വലിയ മാറ്റങ്ങളുണ്ട്. മ്യൂസിക്കിന്റെ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ ഈ യൂറോപ്യൻ മ്യൂസിക്കിനെ അടിമുടി പരിഷ്കരിച്ചത് ഈ ആഫ്രിക്കൻ മ്യൂസിക്കാണ്. ഈ ആഫ്രിക്കയിൽ നിന്നും പലരും മൊറോക്കോയിൽ നിന്നും അല്ലെങ്കിൽ വടക്കേ ആഫ്രിക്ക നമ്മൾ കാണുമ്പോൾ ഒറ്റ രീതിയിലാണ്, അങ്ങനെ കാണരുത്. ആഫ്രിക്ക എന്ന് പറയുന്നത് കറുത്ത മനുഷ്യർ മാത്രമല്ല, വെളുത്ത മനുഷ്യർ ഈജിപ്തിലും അതുപോലെ മൊറോക്കോയിലും ഒക്കെ ഉള്ളത് വെളുത്ത മനുഷ്യരും ഒക്കെയാണ്. ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിങ്ങളുണ്ട്, അങ്ങനെ പലതരം ആൾക്കാരാണ് അവിടെ വസിക്കുന്നത്. മഞ്ഞ നിറത്തിലുള്ള മനുഷ്യരുണ്ട്, വെളുത്ത മനുഷ്യരുണ്ട്, കറുത്ത മനുഷ്യരുണ്ട്. ഇങ്ങനെ 3 തരം മനുഷ്യരുണ്ട് ആഫ്രിക്കയിൽ നിന്നാണ് W.B. ഡു ബോയ്സ് അദ്ദേഹത്തിന്റെ ആഫ്രിക്ക എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. നല്ല പുസ്തകമാണ്, വായിക്കേണ്ട പുസ്തകമാണ്. ആ പുസ്തകം വായിച്ചാൽ നമുക്ക് ആഫ്രിക്ക എന്താണെന്ന് മനസ്സിലാവും. ഒരുപാട് രാജ്യങ്ങളുള്ള സ്ഥലം. അപ്പൊ അവിടെ നിന്ന് പോയ ഈ ആൾക്കാരാണ് യൂറോപ്യൻ മ്യൂസിക്കിനെ അടിമുടി മാറ്റിയിട്ട് അവിടെ ഡയസ്പോറയിലാണ് വസിക്കുന്നത്. അങ്ങനെ മാറ്റിയിട്ടുള്ളത്. അതുപോലെ ഈ ലോകമൊന്നും അറിഞ്ഞ ജിപ്സികളാണ് സ്പെയിനിലെ ആൻഡലൂഷ്യ പോലുള്ള സ്ഥലങ്ങളിലെ മ്യൂസിക്കിനെ അടിമുടി മാറ്റുന്നത്. ഫ്ലമങ്കോ മ്യൂസിക്കിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഫ്ലമങ്കോ നൃത്തവും ഫ്ലമങ്കോ മ്യൂസിക്കും അത് നമ്മുടെ ഹിന്ദി സിനിമയിലൊക്കെ ഉണ്ട്. വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ അമേരിക്കയെ കേന്ദ്രീകരിച്ചിട്ട് നമ്മുടെ പഠനങ്ങളിൽ ഉപയോഗിക്കുന്നത് ഡെപ്ത്ലെസ്നെസ്, അതുപോലെ വെയിനിങ് ഓഫ് എഫക്റ്റ്, അതുപോലെ പാരഡി, പാസ്റ്റേഷ്, ഇങ്ങനെയുള്ള 4 കാര്യങ്ങളാണല്ലോ നമ്മളിപ്പം ചർച്ച ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയിലെ ആർട്ട് എന്ന് പറയുന്നത് AAA, അമേരിക്കൻ അബ്സ്ട്രാക്ട് ആർട്ട്, അതുപോലെ കൺസെപ്ച്വൽ ആർട്ട്, അതുപോലെ മിനിമൽ ആർട്ട്, അതുപോലെ ഒപ്പിക് ആർട്ട്, ഓപ്പ് ആർട്ട്, പോപ്പ് ആർട്ട്, ഇങ്ങനെ വരുന്ന വൈവിധ്യങ്ങൾ അമേരിക്കയിൽ നിലനിൽക്കുമ്പോൾ, കാരണം 2ാം ലോകമായിട്ട് കഴിഞ്ഞ് എല്ലാ കലാകാരന്മാരും യൂറോപ്പിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറി. ഇപ്പൊ ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ചില ആർട്ടിസ്റ്റുകൾ ഇന്ത്യക്കാരുണ്ട്. അവരൊക്കെ ഇംഗ്ലണ്ടിലൊക്കെ ആയിരിക്കാം. ഇവിടെ നിന്ന് രക്ഷയില്ല. ഇപ്പൊ വജീനയെ കുറിച്ചുള്ള ഒരു ശില്പം ചെയ്തിട്ടുള്ള അനീഷ് കപൂർ
ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ആർട്ടിസ്റ്റാണ്. കല്ലുകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒരു വജീനയെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അത് ഭയങ്കര ഹൈലി കോസ്റ്റ്ലിയാണ്. അത് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അർത്ഥാർത്ഥ പോലൊരു സംഗതിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതേ സമയത്ത് തന്നെ ഇറ്റലിയിൽ ട്രാൻസ് അവാൻഗാർഡിയ എന്ന് പറയുന്ന മറ്റൊരു ക്ലമന്റെയൊക്കെ വരുന്ന എൻസോ പൂക്കിയൊക്കെ വരുന്ന വേറൊരു രീതിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പം അവിടത്തുള്ള ആർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കീഫറിനെ പോലുള്ള ശില്പികൾ ചെയ്യുന്ന ആർട്ട്. ശില്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് എന്നാണ് പറയുന്നത്. അത് പടവും വരയ്ക്കും, ചിത്രവും വരയ്ക്കും, അത് കവിത എഴുതുന്നെല്ലാം ചെയ്യും. പുതിയ ആർട്ടിസ്റ്റ് കൺസെപ്റ്റ് അതാണ്. ഇപ്പൊ ചിത്രകലയിലും സിനിമയിലും ചിത്രകലയിലും ശില്പകലയിലും ഒക്കെ തന്നെ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്, ലെറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ പൂപ്പൻ കാക്കന്റെ ഒരു ചിത്രത്തില് പഴക്കട എന്നുള്ള മലയാള വാക്ക് തന്നെ ഉപയോഗിക്കുന്നു. അതുപോലെ കവിതകളും ചിത്രകലയായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ചിത്രകലയും കവിതയായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. ഒരു കാലത്ത് ഞാൻ രാവിലെ നമ്മുടെ ഒരു സുഹൃത്തിനോട് പറയുകയായിരുന്നു, ഇന്ത്യയിലെ ചിത്രകല മുഴുവൻ ഫോളോ ചെയ്തിരുന്ന കവിതയാണ്. കൊണ്ടൽ വേണി ഒരു 2 നാലടി നടന്നതില്ലതിന് മുമ്പ് താൻ കൊണ്ട് ദർഭമുന കാലിലെന്ന് വെറുതെ നടിച്ചു നിന്നത് എന്നുള്ള പാട്ട് വെച്ചിട്ടാണ്, ആ ശ്ലോകം വെച്ചിട്ടാണ് രാജരവിവർമ്മ ഈ ദമയന്തി മുള്ളുകൊണ്ട് അല്ലെ മുള്ളെടുക്കാനായിട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ഭാവത്തിൽ നിൽക്കുന്ന ഒരു പടം വരച്ചിട്ടുണ്ട്. ശകുന്തള, ദമയന്തിയിലെ ശകുന്തള. ദമയന്തി വരച്ചിട്ടുള്ള ഹംസദമയന്തി ആണെന്നുള്ളതാണ്. ഹംസദമയന്തി അദ്ദേഹം നാളെ വായിച്ചിട്ട് എഴുതിയതായിരിക്കാം. അപ്പൊ കവിതയെ ബേസ്ഡ് ആയിരുന്നു ഇന്ത്യൻ ചിത്രകല നിന്നിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ അല്ല. ഇന്ന് ചിത്രകലയ്ക്ക് സ്വതന്ത്രമായ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. അത് കവിത അതിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യും. ആ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പുതിയ നോവലുകൾ, പണ്ട ഇയാളുടെ ടി ഡി രാമകൃഷ്ണൻ നോവലുകൾ, അല്ലെങ്കിൽ മനോജ് ഗുറുവിന്റെ ആരുടെ നോവലുകൾ ഫോളോ ചെയ്തത് പൊതുവെ ഈ പുതിയ അമേരിക്ക കേന്ദ്രീകൃതമായിട്ടുള്ള ആശയങ്ങളാണ്. അത് മാത്രമല്ല, ലോകത്ത് പലതരത്തും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പൊ കീഫറിന്റെയും ജോസഫ് ബൈസിന്റെ ഒരു ഒരു ശില്പം എന്ന് പറയാൻ പറ്റിയ ഒരു പെർഫോമൻസ് ആർട്ടാണ്. അതായത് റഷ്യയിൽ 2ാം ലോക മഹായുദ്ധകാലത്ത് റഷ്യയിൽ ഒരു വിമാനത്തിൽ നിന്ന് ഒരു മനുഷ്യൻ താഴെ വീണു. അപ്പൊ ആ മനുഷ്യനെ എല്ലാവർക്കും വിളിച്ചൊന്ന് രക്ഷിച്ചപ്പോൾ അവര് കമ്പിളിപ്പുറപ്പ് കൊണ്ട് അദ്ദേഹത്തെ പൊതിഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ഒരു പെർഫോമിംഗ് എന്ന് പറയുന്നത്. ഫെൽറ്റ് ഷർട്ട് എന്നാണ് അതിന്റെ പേര്, ഫെൽറ്റ് സ്യൂട്ട്. ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി എന്നാണ്, ഫെൽറ്റ് സ്യൂട്ട്. അപ്പൊ അങ്ങനെ ജീവിതത്തിന്റെ ഭയങ്കര വിഷയങ്ങൾ ഈ ശില്പകലയിലും ചിത്രകലയിലും കവിതയിലും എല്ലാം. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ ആ ഹോളോമൻ എന്ന് പറയുന്ന കവിത അത് എഴുതിയിട്ടുള്ള എലിയറ്റാണ്. എലിയറ്റ് എഴുതിയ അതേ കവിതയുടെ വേറൊരു ഡയമെൻഷനാണ് ഏമാൻ എന്ന് പറയുന്ന നിക്കോർ പാറയുടെ കവിത. ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി ഇറങ്ങുന്നു, പോകുന്ന വഴിക്ക് ഭാര്യ കാമുകനുമായിട്ട് പോകുന്നത് കാണുന്നു. അങ്ങനെ പോവാണ്. അങ്ങനെ പോയി എത്താതെ പോകുന്ന ഒരു മനുഷ്യന്റെ കഥയാണ്. അതൊരു ഹോളോമന്റെ തുടർച്ച തന്നെയാണ്. അപ്പൊ ആധുനികതയിൽ വരുന്ന കാര്യങ്ങൾ മറ്റൊരു തരത്തിൽ ഉത്തരാധുനികതയിൽ വരുന്നുണ്ട്. കാരണം ജീവിതം അങ്ങനെ മാറുന്നില്ലല്ലോ. ജീവിതം ലെനിൻ പറഞ്ഞ പോലെ 2 സ്റ്റെപ്പ് മുന്നോട്ട് പോകും, 1 സ്റ്റെപ്പ് പുറകോട്ട് പോകും. ഇതിലാണ് ജീവിതം പോകുന്നത്. അപ്പൊ നമ്മൾ നോക്കും, ഇവിടെ ഇപ്പം കേരളത്തിലെ വിദ്യാർത്ഥി യൂണിയനുകൾ, KSFI ആണെങ്കിലും KSU ആണെങ്കിലും, അല്ലെങ്കിൽ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, BJP, കോൺഗ്രസ്, ഇവരൊക്കെ ഉത്തരാധുനികതയിൽ എവിടെ നിൽക്കുന്നു നിങ്ങൾ ചർച്ച ചിന്തിച്ചിട്ടുണ്ടോ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഉത്തരാധുനിക സ്പേസിനെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു, കവിതയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതായത് ഈ പ്രസ്ഥാനങ്ങൾ ഇപ്പോഴെവിടെ നിൽക്കുന്നു, ഈ പ്രസ്ഥാനങ്ങളുടെ മനോഭാവം എന്താണ്, ഈ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് നീതിയെ കൈകാര്യം ചെയ്യുന്നത്, ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി എന്ന് പറയുന്ന വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, എത്തിക്സ്, നീതി എന്ന് പറയുന്നത് എത്തിക്സ് ആണ്, ധാർമ്മികത എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോഴൊരു പ്രശ്നം വന്നാൽ, ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം വന്നാൽ, ഒരു കുട്ടിയുടെ പ്രശ്നം ചെയ്താൽ അപ്പോൾ അടിച്ചു നോക്കാനല്ലേ നോക്കുള്ളൂ, പാർട്ടിയാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും. അപ്പം ഉത്തരാധികമാണ് കാലം. പക്ഷെ നമ്മളുടെ ഒരു മൊത്തം സംഘടനകളും രീതികളും അതിൽ BJP ഏറ്റവും പുറകോട്ടാണ് പോകുന്നത്. ഏറ്റവും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക, പുറകോട്ട് 100 പോവുക, വന്ദേഭാരതിലാണ് പോകുന്നത്. ആ രീതിയിൽ ജീവിക്കുന്ന കാലത്ത് ഇപ്പൊ ഞാൻ ഗസയിൽ നടന്ന പ്രശ്നത്തെ കുറിച്ച് ഫേസ്ബുക്കിൽ ഒരുപാട് കുറിപ്പുകൾ എഴുതിയിരുന്നു. നെക്രോപോളിസുമായിട്ട് ബന്ധപ്പെട്ട് എംബംബെ എന്ന് പറയുന്ന ഒരു തിയറീഷ്യൻ ഉണ്ട്. അയാളുടെ തിയറിയാണ് മനുഷ്യനെ കൊല്ലുന്ന ഒരു ലോകം. മനുഷ്യനെ കൊന്നൊടുക്കുകയാണ്. മണിപ്പൂരിലൊക്കെ എത്ര പേരെ കൊന്നൊടുക്കുന്നു. എന്നിട്ട് പ്രധാനമന്ത്രി കൈയും കെട്ടി ചുമ്മാ ഇരിക്കുകയാണ്. പോപ്പുലേഷൻ കൺട്രോളാണ്. അതായത് ബയോപൊളിറ്റിക്സ് ഫൂക്കോ പറഞ്ഞതിന്റെ ബാക്കിയാണത്. അകമ്പം പറയുന്ന ബെയർമാൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്.
അവിടെ നമ്മൾ പുതിയ രീതിയിൽ തൊഴിലാളി വർഗം എന്ന് പറയുന്നത് എന്താണ്? തൊഴിലാളി വർഗം എന്നുള്ളതിന്റെ കൺസെപ്റ്റ് മാറുന്നു. നെഗ്രിയും ഹാർട്ട് എഴുതിയ പുസ്തകത്തിൽ എംപയർ എന്നുള്ള പുസ്തകത്തിൽ തൊഴിലാളി വർഗം എന്ന് പറഞ്ഞാൽ പിച്ചക്കാര് വരെ വരെയാണ്. നമ്മളിവിടെ ദളിതരെ കുറിച്ചും ആദിവാസികളെ കുറിച്ചും ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നു. ഈ നാട്ടിൽ നാടോടികളും പിച്ചക്കാരും നടക്കുന്നതിനെ കുറിച്ച് ആർക്കും ദുഃഖണ്ടില്ല. ഓക്കെ, ഇവിടെ എത്രയോ മനുഷ്യരെ ഇവിടെ പിച്ച നടക്കുന്നത് ഒരു ഗതിയില്ലാത്ത മനുഷ്യൻ. നമ്മുടെ അവസ്ഥയെ കുറിച്ച് നമ്മൾ പറയുന്നത് എനിക്ക് സമ്മതം കിട്ടി, ശരിയാണ്, നമുക്ക് സമ്മതം വേണം, നിർത്തിയേക്കാം. പക്ഷേ നല്ല കുറിപ്പോട്ട് തന്നെ അപ്പോ ഞാൻ പറയുന്നതിലേക്ക് നിങ്ങൾ ചിന്തിക്കണം. ഇതൊക്കെ നവീകരിക്കേണ്ട കാര്യങ്ങളാണ്. ഉത്തരാധികാരം എന്ന് പറയുകയും ചെയ്യും, ഏറ്റവും പ്രാചീനമായ പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളുമായിട്ട് പോവുകയും ചെയ്യും. പിന്നെ എങ്ങനെയത് പറഞ്ഞത്? ഇപ്പൊ കാമ്പസിൽ എങ്ങനെയാണ് സർഗാത്മകത നഷ്ടപ്പെട്ടത്? മഹാരാജ് 15 വർഷം ദുരിതരാണ്. അവിടെ സർഗാത്മകത എന്ന് പറയുന്നത് കല മാത്രമാണ്, സിനിമയും പാട്ടും ഡാൻസും മാത്രമല്ല, സാഹിത്യമില്ല. ബാലേന്ദ്രക്കാടുമൊക്കെ വിനേന്ദ്രനൊക്കെ ജീവിച്ചിരുന്ന, കേശകരപ്പിള്ള, സച്ചിദാനന്ദനൊക്കെ ജീവിച്ചിരുന്ന സ്ഥലമാണത്. അവിടെ പിന്നെ ഒരേ ഒരു കവി ഞാൻ മാത്രമായി, ഒറ്റ മനുഷ്യനില്ല. സർഗാത്മകത നഷ്ടപ്പെട്ടത് അവിടെയാണ്. ഉത്തരാധുനികതയും ഇത് തമ്മിലുള്ള കോൺട്രഡിക്ഷൻ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ സമയം പറയുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡ് വന്നതിന് ശേഷം എഴുത്തുകാർ കുറെ കൂടി, എല്ലാവരും ഫേസ്ബുക്കും ഒക്കെ. പിന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ പറയാറുള്ളൊരു കേസ് എന്താ വെച്ചാൽ നമ്മുടെ വായനക്കാരേക്കാൾ കൂടിയതാണ് എഴുത്തുകാര്. അപ്പൊ ഈ ആധുനിക മോഡേൺ കവിതകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താണ് അതിന്റെ ഒരു നിലവാരമായി ബന്ധപ്പെട്ട എന്താണ് അഭിപ്രായം എന്നൊന്നും എഴുത്തുകാരെന്ന് പറയുന്നത് വായനക്കാരാണ്, ഒന്നാന്തരം വായനക്കാരാണ്. വായനക്കാർ എഴുത്തുകാർ പറയും. അതിനകത്ത് എഴുത്തും വായന എന്നുള്ളത്, ഇപ്പം ഞാനൊരു നോവൽ എഴുതണമെങ്കിൽ ഞാൻ നോവൽ വായിക്കുകയാണ്, ജീവിതം വായിച്ചിട്ടാണ് ഞാൻ നോവൽ എഴുതുന്നത്. തിരിച്ച് നിങ്ങൾ ആ നോവൽ വായിക്കുമ്പോൾ നിങ്ങൾ എഴുതുകയാണ്. യു ആർ റൈറ്റിംഗ് എ നോവൽ. നിങ്ങൾ നിങ്ങളുടെ പാത്രേയം നിങ്ങളുടെ കോൺസെപ്റ്റിലാണ് നിങ്ങൾ വായിക്കുന്നത്. അവരെഴുതി അവരുടെ കൺസെപ്റ്റില്ലേ, നിങ്ങൾ വേറെ കൺസെപ്റ്റിലേ വായിക്കാൻ പറ്റില്ല, അതേ കൺസെപ്റ്റ് വായിക്കാൻ പറ്റില്ല. അത് ജൈമിനിയുടെ മഹാഭാരതവും, വ്യാസന്റെ ശിഷ്യനായിരുന്നു ജൈമിനി. ജൈമിനി മഹാഭാരതം എഴുതിയിട്ടുണ്ട്, അതിന്റെ കുറച്ച് ഭാഗം കിട്ടിയിട്ടുള്ളൂ. അതിൽ ദുര്യോധനൊക്കെയാണ് നല്ലത്, ദുര്യോധനൊക്കെയാണ് നായകന്മാർ. എല്ലാ ഭാഗം കിട്ടിയിട്ടില്ല. അതിന്റെ ഒരു കൺസെപ്റ്റ് വെച്ച് എഴുതിയ പുസ്തകം വീട്ടിലാണ്. അത് നമ്മളെങ്ങനെ വായിക്കുന്നു പറയാൻ പറ്റില്ല. അത് വേറൊരു വായനയാണ്. ഇപ്പം MM ശശീന്ദ്രൻ യൂട്യൂബിൽ നിങ്ങൾ കാണുന്നതാണ് മഹാഭാരത പഠനങ്ങൾ. 200 ചാപ്റ്റർ ഉണ്ട് പുള്ളിയുടെ. കാരണം വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു നിരൂപണമാണ്, വ്യാഖ്യാനമാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് ഈ നോവൽ വരുന്നത്. അപ്പൊ നമ്മൾ വായന എന്ന് പറഞ്ഞാൽ എഴുത്താണ്, എഴുത്തെന്ന് പറഞ്ഞാൽ വായനയാണ്. അത്രേ ഉള്ളൂ വ്യത്യാസം അല്ലേ? ഞാനൊരു പെട്ടെന്നൊരു കാര്യം ഓർത്തത്, നമ്മളിങ്ങനെ ചർച്ച ചെയ്യാൻ കഴിഞ്ഞ 2022 തോന്നി, കോവിഡിന് ശേഷം ഒരു വോക്സ്ബെല്ലി പോയട്രി ഫൗണ്ടേഷൻ, ലിറ്റററി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഗ്രീസിലുള്ളൊരു ഫൗണ്ടേഷനാണ്. നമ്മുടെ ചിക്കോസി ഒബിയോമ എന്ന് പറഞ്ഞിട്ടൊരു റൈറ്റർ ഉണ്ട്, ബുക്കർ പ്രൈസിലേക്കൊക്കെ നോമിനേറ്റ് ചെയ്ത ഫിഷർമാൻ ഉള്ള നോവലൊക്കെ എഴുതിയ. അപ്പോൾ അദ്ദേഹം ഡയറക്ടറായിട്ട് അവിടെ ഒരു ഇന്റർനാഷണൽ പോയട്രി കോൺക്ലേവ് പോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കവികളുടെ ഒരു വലിയ സമ്മേളനം നടത്താൻ വേണ്ടി ഒരു എൻട്രി ക്ഷണിച്ചു. അപ്പോൾ ആ എൻട്രി ക്ഷണിച്ചപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരുപാട് ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള കവിതകൾ, ആ കവിതകളൊക്കെ തന്നെ വായിക്കാനുള്ള ഒരു അവസരം എനിക്കില്ല. അതൊക്കെ ഈ പറഞ്ഞ പോലെ 35 വയസ്സിൽ താഴെയുള്ള കവികളായിരുന്നു അതിലേക്കുള്ള എൻട്രി അയച്ചിട്ടുള്ള അപ്ലിക്കൻസ്. അപ്പൊ ആ കവിത നോക്കുന്ന സമയത്ത് പിന്നെ ഞാൻ അതിലിങ്ങനെ തിരിച്ചറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ലോക കവിത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ട്രാൻസ്ഫോമർ എന്നുള്ള രീതിയിലുള്ള, ഇപ്പോഴദ്ദേഹം ജീവിച്ചിരിപ്പില്ല, അവിടെ എത്തിയിട്ടുള്ളൂ നമ്മൾ. പക്ഷെ നമ്മളുടെ കാലത്ത് നമ്മുടെ അതേ പ്രായത്തിലുള്ള ഒരുപാട് കവികൾ ഈ ലോകത്തൊക്കെ ജീവിക്കുന്നു. അവരൊന്നും നമുക്ക് അറിയില്ല. അങ്ങനെ അറിയാനുള്ള ഒരു മാധ്യമമോ അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമോ ഒന്നും നമ്മുടെ ഈ ലിറ്റററി സർക്യൂട്ടിനകത്ത് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. നമ്മളിപ്പോൾ ഇഷ്ടം പോലെ സാഹിത്യോത്സവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ ആ സാഹിത്യോത്സവങ്ങളൊക്കെ പണ്ടാരോ പറഞ്ഞതുപോലെ ഈ ജയിച്ച കേസുകൾ തന്നെ വീണ്ടും വീണ്ടും വാദിക്കുന്ന വക്കീലന്മാരായിട്ട് നിരൂപകരും ആ കോടതികളായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ സാധനം എടുത്ത് അവിടെ ചർച്ച ചെയ്യുന്നില്ല. എല്ലായിടത്തും ഏതാണ്ട് ഒരേ ആൾക്കാർ, ഒരേ ചർച്ചകൾ, ഒരേ നിഗമനങ്ങൾ, ഒരേ കയ്യടികൾ കഴിഞ്ഞു. അതല്ലാതെ പുതിയ ഒരു സാധനം വരുന്നില്ല.
അപ്പൊ അങ്ങനെ പുതിയൊരു സാധനമായിട്ട് എനിക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങൾ തോന്നി. പെട്ടെന്ന് ഓർത്തപ്പോൾ പറഞ്ഞു. അതിലൊന്ന്, ഭാഷ എന്നുള്ളതിന് ഒരു പ്രാധാന്യം, ഭാഷ നമ്മളെങ്ങനെയാണോ കാണും, ഭാഷയെ മിനിക്കുക എന്ന് പറയും. കവിതയിലൊക്കെ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് അത് കുറച്ചുകൂടി ആയിട്ട് ഇങ്ങനെ എന്നെ കൊണ്ട് ഇതിലേറെ നന്നാക്കാനാവില്ല എന്ന് വന്നാലേ നെറ്റി വിയർപ്പ് തുടയ്ക്കാവൂ എന്നാണ് കവിത എഴുതുന്നതിനെ പറ്റി അക്കിത്തം ഒരു കവിത എഴുതിയിട്ടുള്ളത്. തൂശിപ്പഴുതിൽ നൂലോടിക്കും വിരലിൻ ക്ഷമയോടെ എഴുതുന്ന വരികളെ പറ്റിയിട്ടൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെയൊന്നും അല്ലാണ്ട് ഫക്ക് യു എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കുകയാണ് കവിത. അതിലേക്ക് വരുന്ന ഒരു കവിത. ഫക്ക് യു എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ പ്രസിഡന്റിനെ ചീത്ത വിളിക്കുന്നത് ഒരു കവിതയാണ്. അതുപോലെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വഴിയിൽ ഇരുഭാഗത്തും നിൽക്കുന്ന ആളുകൾക്ക് മുമ്പിൽ വിവസ്ത്രയായി നിൽക്കുന്ന ഒരു പെണ്ണ് കാണിച്ചു കൊടുക്കുന്ന അവരുടെ ശരീരത്തിന്റെ നഗ്നതയെ അവൾ തന്നെ പറയും, ഇതാണ് കണ്ടോളൂ, ഇതിന്റെ ഉപയോഗം ഇതാണ്, നോക്കണ്ട ഇതാണ് കണ്ടോളൂ, ഇതിന്റെ ഉപയോഗം ഇതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഷാപരമായിട്ടുള്ള ഒരു മാന്യത സൂക്ഷിക്കാനോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും മിനുക്ക് പണികൾ നടത്താനോ ഒന്നും ചെയ്യാതെ ഒരു ഫസ്റ്റ് ലെവൽ ആയിട്ടുള്ള ഒരു ഇമ്പാക്ട്, ഒരു എഫക്റ്റ് എങ്ങനെയാണോ അവർക്ക് ഉണ്ടാകുന്നത് അതേപടി എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലാണ് ആ പുതിയ കവിതകളൊക്കെ വരുന്നതായിട്ട് എനിക്ക് തോന്നി. ഒരുപാട് ഏതാണ്ട് 160ഓളം കവിതകൾ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഏറ്റവും പുതിയ കവിത നമ്മൾ വേണമെങ്കിൽ നിയോ പോസ്റ്റ് മോഡേണിസം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ പോസ്റ്റ് മോഡേണിസത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഇത്തരത്തിൽ ഭാഷയെ ശില്പഭംഗി എന്നൊക്കെ പറയുന്ന എല്ലാ സംഗതിയെയും കടപുഴക്കിയിട്ട് തീക്ഷ്ണമായ അനുഭവങ്ങളോടുള്ള അതിലും തീക്ഷ്ണമായ പ്രതികരണങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സമയബന്ധിതമായി എല്ലാ സെഷനുകളും അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. മലയാള കവിതയുടെ ഇന്ന് എന്ന വിഷയത്തിൽ നമ്മോട് സംബന്ധിച്ച എസ് ജോസഫ് മാഷിനും OP സുരേഷ് മാഷിനും മലയാള സർവകലാശാലയുടെ പേരിലും സാഹിതി 2025 പേരിലും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു.